ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു തട്ടിക്കൂട്ട് ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞാൻ ഇതാണ് കഴിച്ചത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിൽ മയണൈസും നമ്മൾ ചേർക്കില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണം നോക്കിയാൽ നമുക്ക് ബട്ടർ വേണം, പിന്നെ ചീസ് വേണം, പിന്നെ ഒരു ചെറിയ തക്കാളി വേണം, പിന്നെ ബർഗർ ബണ്ണ് എനിക്ക് കിട്ടിയില്ല, അപ്പോൾ ഞാൻ നോർമൽ ബണ്ണാണ്. പിന്നെ ചിക്കൻ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി നാരങ്ങ കൂടിയിട്ട് ഉപ്പും ചേർത്തിട്ട് വറുത്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഞാൻ 2 ബർഗറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബണ്ണ് എടുത്തിട്ട് നമുക്ക് 2 കഷ്ണമാക്കിയിട്ട് 2 പീസാക്കി മാറ്റാം. അങ്ങനെ അതൊക്കെ മാറ്റിയതിന് ശേഷം അപ്പോൾ ഇത് നമുക്ക് ബർഗർ എന്നങ്ങ് പറയുമ്പോൾ മയണൈസ് അതൊക്കെ ചേർത്തിട്ട്, പക്ഷേ ഞാൻ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. സോസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഗൈസ്. ഈവൻ ടൊമാറ്റോ സോസ് പോലും ഞാൻ ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ബർഗർ ഇവിടെ 2 കഷ്ണമാക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് നമുക്കിങ്ങനെ കൈകൊണ്ട് ചിക്കിപ്പിച്ച് ഇതാക്കിയിട്ട് ഇടാം. പക്ഷേ ഞാനൊന്ന് മിക്സിയിലൊന്ന് ഇങ്ങനെ നൈസായിട്ടൊന്നൊരു 2 അടി അടിച്ചിട്ട് ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം തക്കാളി ഞാൻ എന്ത് ചെയ്യുന്നത് റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിന് കത്തി മുറിച്ചില്ലാഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. അതിന് ഉള്ളിൽ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തക്കാളി മുറിച്ച് വെച്ചു. തക്കാളി മുറിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ ബണ്ണില്ലേ, നമ്മുടെ ഈ ബണ്ണ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബട്ടറിൽ നമ്മളൊന്ന് പൊരിച്ചെടുക്കും. അപ്പോൾ ഞാൻ ആ സൗണ്ട് കേൾപ്പിക്കാനാണ് കേട്ടോ ഞാൻ ഇത്ര തത്രപ്പാട് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ബട്ടറിലൊന്നിങ്ങനെ മറിച്ചിട്ട് ഇതാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാനൊരു മുട്ട വെറുതെ ജസ്റ്റ് ഒരു മുട്ട പ്ലെയിൻ ഓംലെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ ചിക്കൻ്റെ കൂടെ ഞാനൊരു മുട്ട ഓംലെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ 2 കഷ്ണമാക്കി, ഒറ്റ മുട്ടയാണ് കേട്ടോ അത്. 2 കഷ്ണമാക്കിയിട്ട് ഒരു മുട്ടയുടെ പകുതി ഞാൻ ഈ ബർഗറിലും ഒരു മുട്ടയുടെ പകുതി ഞാൻ ആ ബർഗറിലും വയ്ക്കും. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ വെച്ചുകൊടുത്തതിന് ശേഷം ചീസ് സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത്. ചീസ് സ്ലൈസ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ചീസൊക്കെ വയ്ക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്, എന്നാൽ അത്ര അങ്ങോട്ട് ഇഷ്ടമാണ്. അപ്പോൾ ചീസ് ഞാനൊരു പകുതി, അതിൻ്റെ പകുതിയാക്കിയിട്ട് ഞാൻ ഇതിലും പിന്നെ ഒരെണ്ണം മറ്റേതിലും ഞാൻ വെച്ച് കൊടുക്കും, മറ്റേ പീസ് മറ്റേതിലും വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് അതിന് ശേഷം ഞാൻ ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷമാണ് തക്കാളി. എനിക്കിതിൽ കുക്കുംബർ വെച്ച് കൊടുക്കുന്നതോ അല്ലെങ്കിൽ സവാള വെച്ച് കൊടുക്കുന്നതോ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ തക്കാളി മാത്രം വെച്ച് കൊടുത്തത്. തക്കാളി വെച്ച് കൊടുത്തതിന് ശേഷം ബർഗറിൻ്റെ മേലത്തെ പോർഷനും കൂടി വെച്ച് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ മറ്റേ ബർഗർ കൂടി ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഫില്ലിങ്ങും കൂടിയാണ്. അപ്പോൾ ഞാൻ ഒരു ബൂസ്റ്റും കൂടിയാണ് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ അങ്ങനെ അതും ബൂസ്റ്റും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.